ഹായ്, വെൽക്കം ബാക്ക് ടു ഷീബാസ് കുക്കി വേൾഡ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ക്രിസ്പി ചിക്കൻ സമൂസ റെസിപ്പിയാണ്. ആദ്യം നമുക്ക് സമൂസയുടെ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ചിക്കൻ വേവിച്ചെടുക്കണം. അതിനായിട്ട് ബോൺലെസ് ചിക്കനിലോട്ട് കുറച്ച് ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ ആൻഡ് സോൾട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് 3 വിസിൽ വരുന്ന വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ വേവിച്ചെടുത്ത ചിക്കൻ നമുക്ക് ഷ്രെഡ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് ക്രഷ്ഡ് ഗാർലിക് ആൻഡ് ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ റോ സ്മെൽ മാറുന്ന വരെ സോട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത് അനിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഗ്രീൻ ചില്ലീസും കൂടെ ആഡ് ചെയ്ത് സോഫ്റ്റ് ആവുന്ന വരെ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ടർമറിക് പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, ഫെനൽ പൗഡർ, പിന്നെ ഗരം മസാല ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് കൂടെ സോട്ട് ചെയ്യാം. അടുത്തതായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ട് ചോപ്പ് ചെയ്ത് കറി ലീവ്സ് ആൻഡ് കൊറിയൻഡർ ലീവ്സ് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്തെടുക്കാം. അടുത്തതായി ഷ്രെഡ് ചെയ്ത ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സമൂസ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാനായിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഒരു ബൗളിൽ കുറച്ച് മൈദ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ചൊരു പേസ്റ്റ് മാതിരി പ്രിപ്പയർ ചെയ്യണം. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സമൂസ ബൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് സമൂസ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് റെഡിമെയ്ഡ് സമൂസ ഷീറ്റാണ്. ഇത് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ റെഡിലി അവൈലബിൾ ആണ്. സോ ആദ്യം ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരറ്റം കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3-4 സ്പൂൺ സ്റ്റഫിംഗ് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഷീറ്റ് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ റാപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അറ്റത്തായിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത മൈദ പേസ്റ്റ് ഒന്ന് പരട്ടി സീൽ ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള സമൂസയും കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത സമൂസ നിങ്ങൾക്കൊരു 2 വീക്സ് വരെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്താൽ മതിയാവും. അങ്ങനെ സമോസയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്നുകൂടെ മൈദ പേസ്റ്റ് പരട്ടിയിട്ട് സീൽ ചെയ്യാം. അടുത്തതായി സമോസ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സമോസ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് ചിക്കൻ സമോസ റെഡി ആയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന സമോസയും കൂടെ ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. സമോസ ഫ്രൈ ആക്കിയിട്ട് അധികം നേരമൊന്നും വേണ്ടി വരില്ല. ഈച്ച് സൈഡ് ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തെടുത്ത ചിക്കൻ സമോസ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒപ്പോ അതോ ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് സെർവ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് സൂപ്പർ ഡെലിഷ്യസ്. These are very crispy from the outside and the filling അത് നല്ല ഫ്ലേവർഫുൾ ആണ്. ഇറ്റ് ഈസ് സ്പൈസി ആൻഡ് ഫ്ലേവർഫുൾ.
So do try this recipe and let me know your feedback in the comment section below. And follow Sheba's Cookery World for more such interesting recipes.